കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നിലമ്പൂർ ആയിഷുമ്മ കഴിഞ്ഞ മാസം പറഞ്ഞൊരു വാചകം അത് എന്നെ ഒരുപാട് ആവേശപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് പല സ്ഥലത്തും പറഞ്ഞു പോകാറുണ്ട്. അത് മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. എല്ലാ മാധ്യമങ്ങളും അൻവറിന്റെ പൊരേന്റെ മുമ്പിൽ എത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അൻവർക്ക് എന്തേലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇന്ന് ഓരോ 5 മിനിറ്റിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നിലമ്പൂർ ആയിഷുമ്മ അൻവർഖാന്റെ വീട്ടിൽ പോയ വാർത്ത വരുന്നത്. ഇപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ്, എന്റെ അച്ഛനൊക്കെ ലോക്കൽ കമ്മിറ്റി അംഗത്തെയാ. ആകെ ബേജാറായി, നാട്ടിലാകെ ബേജാറായി. ആയിഷുമ്മ ദാ അൻവറിനെ കാണാൻ വേണ്ടി പോകുന്നു. ഒരു ബേജാറുണ്ടാകുമല്ലോ നാട്ടില്. എന്താ ഇപ്പൊ പറ്റിയത്? പാർട്ടിക്ക് തെറ്റിയോ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയൊരു ചർച്ചയായി. എന്താ ഇതിപ്പോ TV ചാനൽ അതിനും വലിയ ചർച്ച നടക്കാൻ തുടങ്ങി. പാർട്ടിക്ക് തെറ്റി, മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരി ആയിഷുമ്മ കൂടി ഇത് അൻവറിന്റെ കൂടെ. ആകെ ബേജാറായി നിൽക്കുന്ന സമയത്ത്, ഉറക്കം കെടുന്ന സമയത്ത്, രാത്രി ഒരു 10 മണിക്ക് ശേഷം ദാ വരുന്നു ആയിഷുമ്മന്റെ ഒരു പോസ്റ്റ്. കണ്ടിട്ട് ആവേശം കൊണ്ടുപോയി എന്താ എഴുതിയത്? എനിക്ക് തോന്നുന്നു 90 വയസ്സാവാറായി ആയിഷുമ്മക്ക്. എന്താ എഴുതിയെന്നറിയോ? അൻവറെ, ഇതെന്റെ പാർട്ടി. ദാ ഇപ്പം പ്രായമൊക്കെ കൂടിയത് കൊണ്ട് കുറച്ച് TV കാണാനും ചർച്ച കാണാനൊന്നും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ഈ സമീപകാലത്തുള്ള ഈ അൻവറുമായിട്ടുള്ള തർക്കമൊന്നും എന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഒരു സുഹൃത്തെന്ന തരത്തിൽ വിളിച്ചപ്പോ ഞാൻ ആ വീട്ടിലേക്ക് പോയി എന്നതല്ലാതെ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കാര്യവുമായി ബന്ധപ്പെട്ട് ആ സന്ദർശനത്തിന് ഒരു ബന്ധവും ഇല്ല. ഇതൊക്കെ എഴുതി വിശദീകരിച്ചിട്ട് നിലമ്പൂർ ആയിഷുമ്മേന്റെ കുറിപ്പ് അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് എന്നെ പോലെയുള്ള യുവാക്കളെ, എന്നെ പോലെയുള്ള ഈ പാർട്ടിയിലെ പുതിയ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചത്. എന്തറിയോത്? അതിങ്ങനെയായിരുന്നു: അൻവറെ, ഇത് എന്നെ പോലെയുള്ള സ്ത്രീകള് പട്ടിണി കടന്ന് നാടകം കളിച്ചുണ്ടാക്കിയ പാർട്ടിയാണ്, തൊടാൻ സമ്മതിക്കൂല. ഇതെന്നെ പോലെയുള്ള സ്ത്രീകള് പട്ടിണി കടന്ന് നാടകം